തിരിച്ച് ഞാൻ ഹോസ്റ്റലിലെത്തിയതാ. കുറേ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബില്ല് ഇങ്ങോട്ടിരുന്നോ, മാസം അവസാനം നോക്കാം. ഫസ്റ്റ് തന്നെ ഗ്രേപ്സ് മേടിച്ചിട്ടുണ്ട്, പിന്നെ സൗത്ത് മേടിച്ചിട്ടുണ്ട്, ടേസ്റ്റ് പല്ലേക്കാറുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. ഹോസ്റ്റലല്ലേ, വേണ്ടി വരും ലൂപ്പ തേച്ചരച്ച് കുളിക്കാൻ. പിന്നെ കുക്കുംബർ മേടിച്ചിട്ടുണ്ട്. പിന്നെ കത്തി ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് വന്നിട്ട് രാമചന്ദ്രനിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ കത്തി നോക്കണം. അവിടെ ഇരിക്കുന്ന വലിയ യമണ്ടൻ കത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ കത്തി എടുത്ത് നോക്കിയപ്പോൾ ആളുകളൊക്കെ അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ അത് അത്രയും വലുത് എനിക്ക് വേണ്ട. എനിക്ക് ഫ്രൂട്ട്സും അത് കുക്കുംബറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനായിട്ടാണ്. ഇങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ക്ലിനിക്കിലാകുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടല്ലോ കത്തിയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്നങ്ങ് മേടിച്ചു. ഇത് പക്ഷേ രാമചന്ദ്രനിൽ നല്ല കേട്ടോ. ഇത് വേറൊരു ഷോപ്പ്, നാദ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾത്തറ ജംഗ്ഷൻ്റെ അവിടെ ഉള്ളൊരു കടയിൽ കയറിയിട്ടാണ് ഞാൻ അവിടെ എന്താ ചോദിച്ചാൽ കത്തി കൊണ്ടുവന്നു. അപ്പോഴും അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നത്. ഇതൊക്കെ പേടിയാണോ ആൾക്കാർക്ക്? അയ്യോ. പിന്നെ കേക്ക്, പിന്നെ ക്യാരറ്റ്, ഇതൊക്കെ കഴിക്കാനേ പറ്റത്തുള്ളൂ. വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ കിറ്റ്കാറ്റ് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫുഡ് മേടിച്ചു കേട്ടോ. ഫുഡ് ഇറാനിയിൽ നിന്നാണ് മേടിച്ചത്. ദോശ മേടിച്ചു. ദോശയും സാമ്പാറും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു ദിവസം. പിന്നെ എല്ലാ വർഷവും വീട്ടിൽ തന്നെ ആയിരിക്കും വിഷു. പക്ഷേ ഈ വർഷം അതിനെന്തോ പറ്റിയില്ല, അതിനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്കാണ് കേട്ടോ. എല്ലാവരും പോയി, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. ഇപ്പം ഞാൻ മാത്രമാണ് റൂമിലുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ആരുമില്ല, സംസാരിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല. ഒറ്റയ്ക്കുള്ളൊരു ജീവിതം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഒറ്റയ്ക്കായി പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നും സാരമില്ല, നമ്മളെപ്പോഴും അല്ലെങ്കിലും ഒറ്റയ്ക്കാണല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. പിന്നെ എന്താ, എല്ലാവരും സന്തോഷമായിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.